ഈ ഇരിക്കുന്ന ബാഗെല്ലാം 250 രൂപയാണ്. അതെ, കുട്ടികളുടെ പാൻറ്റാണ് 150 രൂപ രണ്ടെണ്ണം. ഇതാണ് ഓവർകോട്ട്. ലാഭത്തിന് കിട്ടുമെന്നാണ് പറയുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പവർഗഞ്ച് എന്ന് പറയുന്ന മാർക്കറ്റ് ഏരിയയാണ്. ഇത് ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷൻ ഓപ്പോസിറ്റാണ് പവർഗഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് മേടിച്ച സാധനം എന്ന് പറയുന്നത്, ഞാൻ വീട്ടിലേക്ക് ചെരുപ്പ് മേടിച്ചിരുന്നു. ചെരുപ്പ് എനിക്കും അമ്മയ്ക്കും കൂടെ മേടിച്ചിരുന്നുണ്ടല്ലേ, അമ്മയ്ക്കും കൂടെ മേടിച്ച ചെരുപ്പാണ്. അപ്പോൾ അതിന് 200 രൂപയുള്ളൂ. എനിക്കൊരു ചെരുപ്പ് മേടിച്ചതിന് 100, അമ്മയ്ക്ക് മേടിച്ചതിന് 100, 200 രൂപ. ഇവിടെ സാധനത്തിനൊക്കെ വിലക്കുറവാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർ പേഴ്സൊക്കെ സൂക്ഷിക്കണം, കാരണം പേഴ്സ് അടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർകോട്ട്, റെയിൻകോട്ട് എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാഭത്തിന് നിങ്ങൾക്ക് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ. ന്യൂദില്ലി വരുന്നവർ പവർഗഞ്ച് മാർക്കറ്റിൽ ഓപ്പോസിറ്റ് സൈഡിൽ പവർഗഞ്ച് മാർക്കറ്റിൽ വരിക. അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനം കിട്ടും. പിന്നെ ആർമിക്കാർക്ക് വേണ്ടുന്ന ഡ്രസ്സും കാര്യങ്ങളും കിട്ടും. പിന്നെ സോക്സൊക്കെ നമുക്ക് ഒരു ഡസൻ നല്ല ലാഭത്തിന് മേടിച്ചിട്ടുണ്ടോ ഇവിടുന്ന് കേട്ടോ. അപ്പോൾ ഞാൻ മേടിച്ച സാധനം ഇതാണ്. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കണമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലോട്ടാണ് നമ്മൾ പോണത്. പവർഗഞ്ച് മാർക്കറ്റ് ദില്ലിയിലെ ഏറ്റവും വലിയ തെരുവ് മാർക്കറ്റാണിത്, പവർഗഞ്ച്. പിന്നെ പവർഗഞ്ച് മാർക്കറ്റിലോട്ട് വരാൻ കാരണം, ഞങ്ങൾ ചോർ ബസാറിൽ പോകണമെന്ന് വെച്ചിരുന്നത്. അപ്പോൾ ചോർ ബസാറിൽ പോക്ക് നടന്നില്ല, കാരണം നൈറ്റ് ആയിപ്പോയി. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഉള്ള ഫോണും കയ്യിരിക്കുന്ന പൈസയും എല്ലാം അവിടെ തന്നെ മിസ്സായിപ്പോവും. അതുകൊണ്ട് ചോർ ബസാറിൽ പോയില്ല. അതുകൊണ്ട് പവർഗഞ്ച് മാർക്കറ്റിൽ വന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കാമെന്ന് വെച്ച് തന്നെയാണ്. ഇപ്പോൾ ഒരു ഇച്ചിരി കടയിൽ കയറിയിട്ടാണ് നമ്മൾ ഈ സാധനം മേടിച്ചത്. ഈ വീട്ടിലിടാൻ ചെരുപ്പില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് കണ്ടപ്പോൾ ലാഭത്തിൻ്റെ 150 രൂപ പറഞ്ഞപ്പോൾ 100 രൂപ കൊടുത്തു. എത്ര രൂപ കൊടുന്നറിയില്ല. പിന്നെ ഇവിടെ നിങ്ങൾ കയ്യിലിടുന്നതിൻ്റെ ഈ ചെയിൻ ഇതൊക്കെ ഉണ്ടല്ലേ, റിങ് ഉണ്ടല്ലേ, ഈ സാധനമൊക്കെ അവൈലബിൾ ആണ്. പഞ്ചാബി മോഡൽ. ഉള്ളിലോട്ട് കിടക്കാനുണ്ടോ? ഇപ്പോൾ ടൈം 8-9 മണിയായിട്ടുണ്ട്. ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണിത്. ഇതാണ് ഓവർകോട്ട്. ലാഭത്തിന് കിട്ടുമെന്നാണ് പറയുന്നത്. 200 രൂപയാണ് ഈ റെയിൻ ഓവർകോട്ടിൻ്റെ വില. 200 റുപ്പീസ്. 200 രൂപയ്ക്ക് മേടിച്ച ഓവർകോട്ടാണ്. കണ്ടില്ലേ, നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ചെല്ലുവാണെങ്കിൽ നല്ല റേറ്റ് ആവില്ലേ. അതുകൊണ്ട് ഞാൻ ഓൾറെഡി എടുത്തതും ഇല്ലായിരുന്നു, ഓവർകോട്ട് എടുത്തില്ലായിരുന്നു. അത്യാവശ്യം നല്ലതായിട്ട് തോന്നി അല്ലേ. ഇന്നർ നോക്കാൻ വന്നതാണ്. ഇന്നർ ഒരെണ്ണം 70 രൂപയാണ് ഇവിടെ റേറ്റ്. ക്യാപ്പുണ്ട്, ഇന്നേഴ്സ് ഉണ്ട്, സോക്സ് ഉണ്ടല്ലേ. 2 എണ്ണം 70 രൂപ. അത്യാവശ്യം കഴുകിയിട്ടൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്കുള്ള കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. 350, 750യുടെ ചുരിദാറാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വന്ന് മേടിക്കുക ഡൽഹിയിൽ വരുമ്പോൾ. പിന്നെ ടീഷർട്ട് 150 രൂപ ടീഷർട്ട്. അതുപോലെ ആ സൈഡിൽ 200 രൂപ ട്രാക്ക് സ്യൂട്ട്. 150യുടെ ട്രാക്ക് സ്യൂട്ട് ഉണ്ട്. 100 രൂപയുടെ ഗേൾസിൻ്റെ എന്താണ് പാൻറ്റ്. ഈ സാധനമൊക്കെ ഗേൾസിൻ്റെയാണ് ഈ കിടക്കുന്നത്. പിന്നെ തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഇടുന്ന സാധനം അത് 300, അത് ഗേൾസിൻ്റെ. ഓൾറെഡി ഗേൾസൊക്കെ വന്നാൽ തൂത്തുവാരി കൊണ്ടുവരാം കേട്ടോ. അതെ, കുട്ടികളുടെ പാൻറ്റാണ് 150 രൂപ രണ്ടെണ്ണം. $200 150 2 पीस. हाँ 200. हाँ 152 पीस दो है. हाँ दो है. ओ ठीक है. 2 पीस 150 രൂപ. यहाँ से लो ना कलर. आप यहाँ बहुत कलर है. कोई भी कलर चलेगा. लीजिए, लेना है. ഈ വണ്ടി ഉണ്ടല്ലോ, ഭയങ്കര ശല്യമാണ് കേട്ടോ. റോഡിൽ മൊത്തം ഈ വണ്ടിയേ ഉള്ളൂ. ഇത് ചില സ്ഥലങ്ങളിലൊന്നും ഈ വണ്ടി അലോഡല്ല.
കാരണം അത് അവിടെ കയറാൻ പറ്റില്ല. കാരണം അവിടെ EIPസിൻ്റെ ഏരിയയിലൊന്നും ഇങ്ങനെയുള്ള വണ്ടികളൊന്നും കയറ്റിവിടില്ല. ദില്ലിയിൽ അങ്ങനെ ഇതുണ്ട്. പിന്നെ ഇതാണ് ഹോട്ടൽ ഗുരുവാസിൻ. ഇവിടെ നമ്മുടെ ഡാൻസും ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഇത് ബാറ് ടച്ചിൽ അങ്ങനെയുള്ള അവിടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ജിമ്മിൽ പോകുമായിരുന്നെങ്കിൽ കുറച്ച് നിക്കറ് പിടിക്കണമായിരുന്നല്ലേ? ഈ ഇരിക്കുന്ന ബാഗെല്ലാം 250 രൂപയാണ് ഗൈസ്. എല്ലാം 250 ആണ് ഈ ബാഗിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത്. കണ്ടോ? രൂപയ്ക്കാണ് ആ ഒരു ബാഗ് മേടിച്ച് നമ്മൾ. കണ്ടോ? 200 രൂപ. ബയ്യാടെ കൈകാടെ നിന്ന് മേടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഗൈസ്, പഹർഗഞ്ച് മാർക്കറ്റിൻ്റെ അകത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നല്ല തിരക്കുള്ള സമയമാണ്. ഓട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ ഈ വന്നപ്പോൾ നല്ല ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ഒക്കെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നല്ല രസമാണ്. ഇത് എത്ര രൂപയാണെന്ന് ചോദിച്ചു നോക്കാം. ഭഗവാന്മാരുടെ പ്രതിമ അതൊക്കെ റേറ്റ് വരുന്നത് 250 രൂപ, 100 രൂപ, 50 രൂപ റേറ്റിലാണ്. അതിൻ്റെ നീളം കൂടുന്നതനുസരിച്ചാണ് റേറ്റ് അവരിട്ടേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ടൊക്കെ മാർക്കറ്റാണ്. പോയി വീഡിയോ എടുക്കാനാണെങ്കിൽ ഫുള്ള് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ലേറ്റായി പോയി, അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. അതല്ലേ, നോക്കടാ, ഇത് നോക്ക്. ഷൂസിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയാണ് നമ്മൾ. ഷൂസ് ചെരുപ്പ് വേണ്ടവർക്ക് നല്ല കെട്ടിലും ചെരുപ്പ് കിടപ്പുണ്ട് കേട്ടോ. കടലുള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഷൂ കിത്തനായി ഭയ്യ? ഷൂ കിത്തനായി? 750. 750 രൂപയാണ് ഈ ഇരിക്കുന്ന ഷൂവിൻ്റെ റേറ്റ്. ക്രോക്സ് ഡ്യൂപ്ലിക്കേറ്റ് ക്രോക്സ് ഇത്തനെ? ഓ ക്രോക്സ് 350. ആ ക്രോക്സ് മോഡൽ കണ്ടില്ലേ, അതിന് 350 രൂപ ഈ സാധനത്തിന്. ഇതിനൊക്കെ 350 രൂപയാണ് റേറ്റ്. ഇതും അതേ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇടിവള ഉണ്ടല്ലോ, ഇടിവള 100 രൂപയാണ്. 100 രൂപ ഇടിവള 100 രൂപയാണ്. ഇത് നമ്മളെ ഫോർട്ട് കൊച്ചിയിലൊക്കെ ചെല്ലത്തില്ലേ, ഫോർട്ട് കൊച്ചിയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ടൈപ്പ് വളകളാണ്. ഇതൊക്കെ റേറ്റ് കൂടുതലായിരിക്കും. ഈ സാധനത്തിൻ്റെ പേരാണ് പീട്ട എന്ന് പറയും കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ്, പഹർഗഞ്ച് മാർക്കറ്റിലെ മിക്കവാറുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോയി ഇപ്പം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൽഹി വരുവാണെങ്കിൽ പഹർഗഞ്ച് മാത്രമല്ല, സരോജിനി നഗർ മാർക്കറ്റ്, ചാന്ദിനി ചോക്ക്, ജൻപത്ത് മാർക്കറ്റ്, ലാജ്പത് നഗർ സെൻട്രൽ മാർക്കറ്റ് ഉണ്ട്, പിന്നെ കരോൾ ബാഗ് മാർക്കറ്റ് ഉണ്ട്, ഖാൻ മാർക്കറ്റ് ഉണ്ട്, സാദർ ബസാറുണ്ട്, ദില്ലി ഹോട്ടുണ്ട്, കിനാരി ബസാറുണ്ട്, പലിക ബസാറുണ്ട്. അങ്ങനെ കുറേ മാർക്കറ്റുകൾ ദില്ലിയിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന പഹർഗഞ്ചിൽ മാത്രമല്ല വരേണ്ടത്, അതുപോലെ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്കപ്പോൾ ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചോർ ബസാറാണ്. ചോർ ബസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ അങ്ങാണ്ട് ഒരു ദിവസം കണ്ടേ ഉള്ളതെന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ ചോർ ബസാറിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ചോർ ബസാറിൽ ഒരു വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ദില്ലിയിൽ എത്തിയത്. പക്ഷേ നമ്മൾ ലേറ്റായി പോയി. പിന്നെ അവിടെ ചെല്ലുമ്പോൾ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ കയ്യിലെ സാധനങ്ങൾ
അടിച്ചു മാറ്റിക്കൊണ്ട് ആ സാധനം തന്നെ അവിടെ വിൽക്കും. അങ്ങനെയുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ പോയി എടുത്തു കഴിഞ്ഞാൽ ആ സാധനം മേടിക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ ചോർ ബസാറിലൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് പറയാനുള്ളത് പിന്നെ മോഷണം ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക. നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയാണ്. ചിലപ്പം പൊക്കറ്റടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഡൽഹി വരുമ്പോൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. പിന്നെ രാവിലെയൊക്കെ മാർക്കറ്റൊക്കെ ഓപ്പൺ ആകുന്ന ഒരു 10 മണിയൊക്കെ ആവും. അപ്പം നൈറ്റൊക്കെ വരുവാണെങ്കിൽ നല്ല വൈബാണ്. ഇപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കുക, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മാർക്കറ്റിനകത്തുള്ളൊരു ഏരിയയാണ്. ഇത് ഹോട്ടലാണ് ഇവിടെ. അപ്പം ഇവിടെ ഫുഡ് കിട്ടും. പിന്നെ ഇത് കുറവാണ് കേട്ടോ, വൃത്തി കുറവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.